അപ്പോൾ ഇന്നിവിടുത്തെ എൻ്റെ രാവിലത്തെ പരിപാടി എന്തെന്നറിയാം. ഇത് ഗോൾഡൻ പൊടി, ഇത് ബ്രഷ്. ഇതിപ്പോൾ ഞാൻ രാവിലെ എൻ്റെ പൂജാ റൂമിലുള്ള ദേവിക്കുട്ടി കറുത്തിരിക്കുക, അപ്പോൾ അതിന് വേണ്ടിയുള്ള മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലോ, ഇത് ബാക്ക് ഭാഗം അത്രയും ഞാൻ ഈ ഗോൾഡൻ വെച്ച് അടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത് ഫ്രണ്ടിലുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. ഇത് ലിക്വിഡും അല്ല, ലിക്വിഡുമാണ് ബെസ്റ്റ് കേട്ടോ. നമ്മളൊന്നും വച്ചേക്കുന്നത്, ഞാനിപ്പോൾ ഇത് വെറും വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. എത്രത്തോളം പെയിൻറ്റ് നിൽക്കുമെന്ന് എനിക്കറിയില്ല. മാക്സിമം വെള്ളം ചേർത്തതുകൊണ്ടും ചെറിയൊരു ലൂസ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഉണങ്ങി കിട്ടുമോ ദൈവത്തിന് തന്നെ അറിയാം. അപ്പം ഞാനിത് എൻ്റെ വീട്ടിൽ ഞാൻ ഉപയോഗിക്കുന്ന പൊമ്മ ഞാനിങ്ങനെ പെയിൻ്റ് അടിച്ചാണ് എടുക്കാറുള്ളത്. കണ്ടല്ലോ, ഇതാണ്. അയ്യോ, എല്ലായിടും ഗോൾഡൻ പെയിൻ്റ് അയക്കണ്ട. ഇതാണ് രൂപം. അപ്പോൾ ഇനിയും പെയിൻറ്റ് താഴെയൊക്കെ കണ്ടറോ. ഞാനത് ക്യൂട്ടസാണ് ഇട്ടിരിക്കുന്നത്. ഒരു ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയിട്ട് ക്യൂട്ടസ്, അതായത് താമര റെഡല്ലേ. അപ്പോൾ അതൊന്ന് വർക്ക് ചെയ്ത് തീർക്കണം എനിക്കിത്. അതായത് നമ്മുടെ ഈ കുറച്ച് കാലം കഴിയുമ്പോൾ ഇവരുടെ ഈ ഗോൾഡൻ പെയിൻ്റെല്ലാം മാറിപ്പോവും. മനസ്സിലായില്ല, ഗോൾഡൻ പെയിൻ്റെല്ലാം മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറുത്ത് പച്ച കളറൊക്കെ അടിക്കും. അത് നമ്മുടെ ലക്ഷ്മി ദേവിയാണിത്. അത് നമ്മുടെ വീടിന് ദോഷം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലക്ഷ്മി ദേവിയായിട്ട് പൂജിക്കുന്ന നമ്മുടെ ബിംബം കറുത്ത് പോയാൽ പിന്നെ നമ്മൾ ആ സാധനം ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയപ്പെടുന്നത്. കണ്ട, ഇപ്പോൾ പൊടി ഇപ്പോൾ എല്ലായിടവും ആയി. കണ്ട, ഇതാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ഞാൻ ചെയ്തത്. വെട്ടവുമില്ല, എന്താണെന്നറിയില്ല. എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുകയാണ്, കംപ്ലീറ്റ് ചെയ്തിട്ട് രാവിലെ. ഓക്കെ, അപ്പം നമ്മുടെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഇവിടെ ഇനി ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഇതെങ്ങനെ ഞാൻ തുടച്ചെടുക്കണമെന്ന് എനിക്കറിയില്ല, കാരണം മൊത്തം പെയിൻറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ റെഡ് പെയിൻറ്റ് അടിച്ചതാണ് മുമ്പ്. അപ്പോൾ അതിനെ ഞാനിവിടെയൊക്കെ താമരയൊക്കെ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ വെള്ളം ഒഴിച്ച സ്ഥിതിക്ക് ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് തിരിച്ച് നമുക്ക് ആ ബോട്ടിലിട്ട് വെക്കാൻ പറ്റത്തില്ല. ഇത് ഫുള്ളും അടിച്ച് തന്നെ ഇതിൽ തീർക്കണം. ഓക്കെ, ഗോൾഡൻ പെയിൻറ്റ് അടിച്ചത് എങ്ങനെയുണ്ട്? അത് സുന്ദരിയായിട്ടില്ലേ? ഇത്രയാണ് നമ്മുടെ വർക്ക്. എനിക്കിങ്ങനെ പെയിൻ്റ് അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഇത് വർഷത്തിലൊരിക്കലേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഒരു ഓണത്തിന്, അല്ലെങ്കിൽ ഒരു വിഷുവിന്. ഈ ഓണത്തിനും വിഷുവിനൊന്നും ഞാൻ ചെയ്ത കോളുണ്ടാവില്ല. ഓണത്തിന് ചെയ്തെന്ന് തോന്നുന്നു, അതിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ സുന്ദരി കുട്ടിയായ ദേവിക്കുട്ടിയമ്മ വന്നില്ലേ? അയ്യോ, നേരത്തെ എന്തായിരുന്നു കളറ്? പച്ച കളറ്. ഇവിടെയൊക്കെ പച്ച കളറും ഒക്കെ ആയിരുന്നു. സാധാരണ പെട്രോളിൽ അല്ലെങ്കിൽ പ്രൈമർ ഉപയോഗിച്ചൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ഇത് ഇനി ഉണങ്ങി കിട്ടുമ്പോൾ കയ്യിലൊക്കെ പൊടിയാവുമെന്ന് ഡൗട്ടാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. ഓക്കെ, ഈ പ്രതിമ ഞാൻ 250 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിയതാണ്.